നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കലോപ്പിനി എന്ന് പറയുന്ന ഒരു വെറൈറ്റി വെജിറ്റബിൾ എങ്ങനെയാണ് വളർത്തുന്നത് എന്നുള്ള വീഡിയോ ആണ്. ഇപ്പോൾ സ്കലോപ്പിനിയുടെ 2 കളർ വെറൈറ്റികളാണ് നമ്മളിവിടെ വളർത്തുന്നത്. ഒന്ന് ഒരു യെല്ലോ കളറുള്ള വെറൈറ്റിയും പിന്നെ പച്ച കളറുള്ള വെറൈറ്റിയും. ഇപ്പോൾ സ്കലോപ്പിനി എന്ന് പറയുന്ന ഈ വെജിറ്റബിൾ ഒരു സ്ക്വാഷ് വെറൈറ്റിയാണ്. അപ്പോൾ ഇതിനെ പാറ്റി പാൻ സ്ക്വാഷ് എന്നും കൂടെ നമ്മൾ വിളിക്കാറുണ്ട്. ഏകദേശം ഒരു മത്തങ്ങയുടെ ടേസ്റ്റൊക്കെ പോലെ വരുന്ന ഒരു ഫ്രൂട്ട് ആണ്, അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ ആണ് ഈ സ്കലോപ്പിനി എന്ന് പറയുന്നത്. ഇപ്പോൾ സ്കലോപ്പിനി നമ്മൾ ഇതിൻ്റെ വിത്തുകൾ വാങ്ങി നേരിട്ട് ആണ് കുഴിച്ചിടുന്നത്. മണ്ണിലേക്ക് നമ്മൾ നേരിട്ട് കുഴിച്ചിടുകയോ അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു പോട്ടിൽ കുഴിച്ചിട്ട ശേഷം നമുക്കത് മാറ്റി നടുകയോ ചെയ്യാം. അപ്പോൾ നമ്മൾ നേരിട്ട് മണ്ണിലേക്ക് കുഴിച്ചിടുമ്പോൾ 1-2 വിത്തുകൾ കൂടുതലിടാനായിട്ട് ശ്രമിക്കുക. കാരണം എല്ലാം തന്നെ മുളയ്ക്കാനുള്ള സാധ്യതയില്ല. 3 മുളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് നിർത്തിയ ശേഷം ബാക്കി പറിച്ചു കളയുകയും ചെയ്യണം. ഇപ്പോൾ സ്കലോപ്പിനികൾ വളർത്താൻ അനുയോജ്യമായിട്ടുള്ളൊരു മണ്ണിൻ്റെ ഘടന എന്ന് പറയുന്നത് pH ഒരു 5.8 നിന്ന് 6.8 വരെയുള്ള ഒരു pHലാണ് ഏറ്റവും നന്നായിട്ട് ഇത് വളരുന്നത്. സ്ലൈറ്റ്ലി അസിഡിക് ആയിട്ടുള്ള ഒരു സോയിലായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നല്ലപോലെ കോമ്പോസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഈ സ്കലോപ്പിനി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നല്ലപോലെ കോമ്പോസ്റ്റുകൾ ചേർത്ത് നല്ലപോലെ വളം ഉള്ള ഒരു മണ്ണിൽ തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഏറ്റവും നല്ല ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 25 മുതൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഒരു കാലാവസ്ഥയിലാണ് ഏറ്റവും നന്നായിട്ട് സ്കലോപ്പിനികൾ വളരുക. ഇനി നമ്മൾ ഇതിൻ്റെ വളം കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് വെള്ളം കൊടുക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകളിൽ നമ്മൾ വെള്ളം ഒഴിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ വെള്ളം ഇലകളിൽ പറ്റിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മൾ സ്പ്രിങ്കിൾ ചെയ്തും വെള്ളം ഒഴിക്കുമ്പോഴത്തേനും വെള്ളത്തിൻ്റെ ഒരു പ്രശ്നത്താൽ നമ്മുടെ ഇലകളിൽ ഒരു വൈറ്റ് സ്പോട്ട് വന്നിട്ട് പ്രത്യേകം ഒരു പൗഡറി മിൽഡ്യൂ പോലെയൊക്കെ വന്ന് പെട്ടെന്ന് തന്നെ ഈ ചെടി നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ചോട്ടിൽ മാത്രം ഒഴിക്കുക, ഇലകളിൽ പെടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. മഴയുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഒത്തിരി മഴക്കാലത്ത് ഇത് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മളിത് ഹാർവെസ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. ഏകദേശം നമുക്കൊരു 45 മുതൽ 55 ദിവസം കൊണ്ട് തന്നെ ഹാർവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വെജിറ്റബിളാണ് ഈ സ്കലോപ്പിനി എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെയാണ് ഇതിൻ്റെ ഹാർവെസ്റ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ മത്തങ്ങ പോലുള്ള സാധനങ്ങൾ വളർത്താൻ സ്ഥലമില്ലാത്തവരും അത്രയും ദീർഘകാലം നമുക്ക് സമ്മർ കിട്ടാത്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ മത്തങ്ങയുടെ ടേസ്റ്റിലേക്കൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു വെജിറ്റബിൾ പെട്ടെന്ന് തന്നെ വളർത്താൻ സാധിക്കുന്ന ഒരു വെജിറ്റബിളാണ് ഈ സ്കലോപ്പിനി എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അധികം സ്ഥലം എടുക്കത്തില്ല. വളരെ ക്യൂട്ടാണ് കാണാൻ. നല്ല പിള്ളേർക്ക് കണ്ടാൽ തന്നെ നല്ല രസമായിട്ട് തോന്നുന്ന ഒരു വെജിറ്റബിളാണ് സ്കലോപ്പിനികൾ. ഏകദേശം നമ്മൾ സ്ക്വാഷ് അല്ലെങ്കിൽ സുഖീനി എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റിയുടെ ഒരു സിമിലറായിട്ട് വരുന്ന ഒരു വെജിറ്റബിളാണ് സ്കലോപ്പിനി. പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്. അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതാണ് സ്കലോപ്പിനി. സ്കലോപ്പിനി നമ്മൾ കട്ട് ചെയ്ത് നമ്മൾക്ക് വളരെ ചെറിയ സീഡുകളാണ്, ഒത്തിരി വലിയ സീഡുകളല്ല. നമുക്ക് അധികവും ഫ്ലഷും ഇല്ല. അപ്പോൾ നമ്മളൊരു ഏറ്റവും ചെറിയൊരു മത്തങ്ങയുടെയൊക്കെ ഒരു വലിപ്പം ഇതിനുണ്ടാവുള്ളൂ. പക്ഷേ ഒരു ഫണ്ണി ആയിട്ടുള്ള ഷേപ്പാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ്. അപ്പോൾ സാധിക്കുന്നവരൊക്കെ നമുക്ക് വളർത്താനായിട്ട് ശ്രമിക്കുക. ഒത്തിരി വലിയ ഒരു മീറ്റ് അല്ലെങ്കിൽ അതൊരു ഫ്ലഷ് അതിനകത്തുണ്ടാകും നമ്മൾ പ്രതീക്ഷിക്കരുത്. ഒരു ചെറിയ രീതിയിൽ നമുക്കൊരു അവിയലിനും സാമ്പാറിനൊക്കെ ഇടാവുന്ന രീതിയിലുള്ള ഒരു വെജിറ്റബിളാണ് സ്കലോപ്പിനി അല്ലെങ്കിൽ പാറ്റി പാൻ സ്ക്വാഷ് എന്നുള്ളത്. അപ്പോൾ താങ്ക് യു ഫോർ യുവർ ടൈം. ബൈ.